ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. കഴിഞ്ഞ ഡിസംബർ മാസം ഡിസംബർ 20-ാം തീയതി നമ്മുടെ SBI ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 30 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 608 രൂപ എന്നുള്ള നിരക്കിലാണ്. കമ്പനിയുടെ പേരാണ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കിൻ്റെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ട് SBI അത്രയും ക്യാഷ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, അതിൻ്റെ വാല്യുവേഷൻ എന്താണ്, ലോങ് ടേം വാല്യുവേഷൻ എന്താണ്, അതുപോലെ തന്നെ സിംഗ് ട്രേഡേഴ്സിനുള്ള വാല്യുവേഷൻ എന്താണ്, സിംഗ് ട്രേഡേഴ്സിനുള്ള ഫെയർ വാല്യൂ എന്താണ്, അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സ്റ്റോക്ക് ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവർ മീൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട ഫെയർ വാല്യൂ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അപ്സൈഡ് എത്രയാണെന്നുള്ളതൊക്കെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ വാല്യുവേഷൻ അനലിറ്റിക്സിലൂടെ ചെയ്യുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. കൂടെ തന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ the usual stuffs like analyzing the FIDA activity, the liquidity zone and all. അപ്പം ആ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് ഗോ ദേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഗ്രാന്യൂൾസിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ്, നെയ്ക്ഡ് ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാനൊരു ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ വരച്ചിട്ടുണ്ട്. റീസെൻറ്റ് ലോയിൽ നിന്ന് റീസെൻറ്റ് സിം ഹൈയിലേക്ക് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിബൊനാച്ചി ഈസ് എ പവർഫുൾ ടൂൾ. ഒരു ഹേർഡ് എന്താ പറയുക കൺവിക്ഷനെ നമുക്ക് കൂടുതൽ എന്താ പറയുക ഡെപിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക ടൂളാണ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വാല്യൂ സോൺ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വരുന്നത് ഈ ഒരു ഏരിയയിലാണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും കാണാറുണ്ട് ഇവിടെ ഈ ഒരു 0.618, അതുപോലെ തന്നെ 0.382 എന്നുള്ള ഈ ഒരു ഏരിയ, 0.618, 0.5, അതുപോലെ തന്നെ 0.382 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏരിയ, അതൊരു വാല്യൂ ഏരിയ ആണ്. അപ്പോൾ ആ വാല്യൂ ഏരിയയിൽ നിന്ന് പിന്നെ സ്റ്റോക്ക് കയറിയിട്ട് ഏകദേശം ഈ 1.618 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലിലാണ് ടാർഗറ്റ് ആയിട്ട് എടുക്കാറുള്ളത്. സോ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ മീറ്റ് ചെയ്ത സമയത്ത് തന്നെ നല്ലൊരു സെൽ ഓഫ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ അവിടുന്ന് നല്ലൊരു എക്സിറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ടാർഗറ്റിൽ എത്തുമ്പോൾ വാല്യുവേഷൻ കുറച്ചുകൂടെ ഒരു മീൻസ് അഡ്വൈസ് ആയിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക മിക്ക ബയേഴ്സിനും. അതുകൊണ്ട് അവർ അവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതുപോലെ നമ്മൾ എക്സാക്ട്ലി ഇപ്പോൾ ഇതൊരു ടാർഗറ്റ് മെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അതേ സ്ട്രാറ്റജി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വിംഗ് ലോ ആൻഡ് സ്വിംഗ് ഹൈ, അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏകദേശം വാല്യൂ സോണിലാണ് വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ബോക്സിൽ എപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇറ്റ്സ് എ വാല്യൂ ഏരിയ ഫോർ ദി ലോങ് ടേം ആൻഡ് ദ ടാർഗറ്റ് വിൽ ബി അറൗണ്ട് ദിസ് ഏരിയ 982 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് 1.618 എന്ന് പറഞ്ഞിട്ടുള്ള ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ഏരിയ കിടക്കുന്നത്. സോ റീസെൻറ്റ് മുൻപത്തെ സ്വിങ്ങിലുള്ള അതേ പൊട്ടൻഷ്യൽ ഈ കമ്പനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ കാണിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു ബോക്സിൻ്റെ പ്രൈസ് റേഞ്ച്, അതായത് 445 മുതൽ 548 വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്യുമുലേഷൻ നടക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് സെയിങ് ദി നെയ്ക്ഡ് പ്രൈസ് ആക്ഷൻ ചാർട്ട്. ഇനി അത് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നൈസ് ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് ഓപ്പൺ ചെയ്യുകയാണ്. സോ സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്, പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ എൻ്റെ ഇൻഡിക്കേറ്റർ ഡെവലപ്പ് ചെയ്തതെന്ന്. ഇവിടെ നൈസ് ട്രേഡ് SMC FBOB ലിക്വിഡിറ്റി ലെൻസ് എന്നുള്ളതാണ്. അത് ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി ടൂൾ ഞാൻ തന്നെ കോഡ് ചെയ്തതാണ്. അതിന് പൈൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റാണ് ആവശ്യമായിട്ടുള്ളത്. സോ ഐ സോട്ട് ദ ഹെൽപ്പ് ഓഫ് മൈ ഫ്രണ്ട് ഹു ഈസ് വർക്കിംഗ് ഇൻ JNU, നോട്ട് JNU നൗ, ഇൻ HU നൗ. അപ്പോൾ ആളുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ്. സോ ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ഇൻഡിക്കേറ്റർ ഐഡിയോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആ ഒരു ട്രേഡിംഗ് ഐഡിയനെ ഞങ്ങൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജി ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, സോ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട് മീ. സോ നൈസ് ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെയാണ് നമുക്കൊരു ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ കാണാൻ പറ്റുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 481, അതായത് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ റീട്രേസ്മെൻറ്റ് ടൂൾ പ്രകാരം നല്ലൊരു വാല്യൂ ഏരിയയിലാണ് വരുന്നത്. ഓൾസോ ഈ ഒരു പ്രൈസിലും നല്ല രീതിയിൽ ബൈയിങ് ഇവിടെ കണ്ടിട്ടുണ്ട്. യു ക്യാൻ സി അത്യാവശ്യം നല്ല രീതിയിലൊരു ബൈയിങ് ഇവിടെ 531 എന്ന് പറഞ്ഞിട്ടുള്ള
പ്രൈസ് റേഞ്ചിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 531 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരു ലിക്വിഡിറ്റി സോൺ ഉണ്ടായിരുന്നു. യു ക്യാൻ സീ ദിസ്. കണ്ടില്ലേ? FBOB ലിക്വിഡിറ്റി സോൺ. സോ ആ ഒരു സോണിലേക്ക് എപ്പോൾ പ്രൈസ് വന്നോ നേരെ റിയാക്ട് ചെയ്യുന്നുണ്ട്, റീട്രേസ് ചെയ്യുന്നുണ്ട്. കണ്ടല്ലേ? ഫസ്റ്റ് ടൈം വന്നു, ഇറ്റ് ടുക്ക് ഫസ്റ്റ് ടൈം വന്ന സമയത്ത് എടുത്തിട്ടുള്ളത് ഏകദേശം 15% ഇൻ 1 മന്ത്. ഓക്കെ. സെക്കൻഡ് ടൈം വന്നു. സെക്കൻഡ് ടൈം വന്നപ്പോഴും ഏകദേശം ഒരു 12%ൻ്റെ അടുത്ത്, ഒരു 20 ഡേയ്സിൻ്റെ അടുത്ത് വന്നു. തേർഡ് ടൈം വന്നു, 20% ഇൻ 15 ഡേയ്സ്. നൗ ഫോർത്ത് ടൈം വന്നു 15% ഇൻ 24 ഡേയ്സ്. സോ ഇനി ആർക്കെങ്കിലും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സ്വിങ് മാത്രം എടുക്കാൻ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ, എപ്പോഴാണോ ഈ പ്രൈസിലേക്ക് വരിക, അല്ലെങ്കിൽ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് ഇത് വരിക, ആ സമയത്ത് റീട്രേസ് ചെയ്യുന്നതാണ്. സോ പെട്ടെന്നൊരു സ്വിങ് 10 to 15% അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. വാല്യുവേഷന് മുമ്പായിട്ട് നമ്മൾ യൂഷ്വലി നോക്കാറുള്ള FII DII ആക്ടിവിറ്റി കൂടി നോക്കാൻ പോവുകയാണ്. FII DII ആക്ടിവിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SBI ലൈഫ് ഇൻഷുറൻസ് ആണ് ഈ സ്റ്റോക്ക് 20 ഡിസംബറിന് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം 5 lakh ക്വാണ്ടിറ്റി അറ്റ് ദ റേറ്റ് ഓഫ് 596, അതായത് 29 മുതൽ 30 കോടി രൂപ വരെയാണ് അതിൻ്റെ ഒരു മീൻസ് ടേൺ ഓവർ എന്ന് പറയുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ. സോ ഇറ്റ്സ് എ ഹ്യൂജ് ട്രാൻസാക്ഷൻ ആസ് ഫാർ ആസ് എ DII ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കൺസേൺഡ്. സോ അതാണ് അതിൽ വന്നിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള പ്രത്യേകിച്ചുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു SBI ഇപ്പം ഞാൻ നേരത്തെ മുൻപ് ചെയ്തിട്ടുണ്ട്. FII ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ എന്തുകൊണ്ട് വാങ്ങിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കേസ് സ്റ്റഡി. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ FII DII എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മീൻസ് പ്ലേ ലിസ്റ്റിലുണ്ട്. സിംഗപ്പൂർ ഗവൺമെൻറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ FII എന്ന് പറയുന്നത്. അപ്പം സിംഗപ്പൂർ ഗവൺമെൻറ് വാങ്ങിക്കുന്ന സ്റ്റോക്കുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കേസ് സ്റ്റഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 100% സക്സസ് റേറ്റുള്ള ഒരു FII ആണ് സിംഗപ്പൂർ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു DII ആണ്, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആണ് SBI എന്ന് പറയുന്നത്. അപ്പോൾ SBI വാങ്ങിക്കുന്ന ഷെയർസും നമ്മൾ സിംഗപ്പൂർ ഗവൺമെൻറ് വാങ്ങിക്കുന്ന ഷെയർ പോലെ തന്നെ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ ഈ മാസം തന്നെ ആദ്യം, അതായത് ഡിസംബറിൽ തന്നെ ആദ്യ പാദത്തിൽ വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഒന്ന് സിപ്ലയാണ്, രണ്ടാമത്തെ TBO ടെക് ആണ്. സിപ്ല വാങ്ങിച്ചത് 2-ാം തീയതിയും TBO ടെക് വാങ്ങിച്ചത് 3-ാം തീയതിയും. അപ്പോൾ അതിൻ്റെ നോക്കാം. ഇപ്പോൾ TBO ടെക്കിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സി 3-ാം തീയതി വാങ്ങിച്ചതിന് ശേഷം ഒരു ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി ഹണ്ട്, അതായത് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു, നേരെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഏകദേശം 19% റിട്ടേൺ ആണ് വന്നിട്ടുള്ളത്. ഇനി സിപ്ലയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, അതായത് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നല്ല ബയേഴ്സ് ഉണ്ടായിരുന്നത്. ആ ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ആണ് പിന്നെ മൊമെൻറ്റം പിടിക്കുന്നത്. സോ ഒരു ലാർജ് ഗ്യാപ്പ് ആയിട്ട് പോലും ഒരു മാസത്തിൻ്റെ ഇടയിൽ ഒരു 7.26% റിട്ടേൺ സിപ്ലയിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ SBI വാങ്ങിക്കുന്ന ഷെയർസ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊന്നാണ് 4-ാം തീയതി വാങ്ങിച്ചിട്ടുള്ള രത്നമണി മെറ്റൽസ്. രത്നമണിയുടെ കേസിൽ ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഏകദേശം ഈ ഒരു ലിക്വിഡിറ്റി സോണിൽ എത്തിയിട്ടുണ്ട്. ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്റ്റോക്കും നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ഇത് മൊമെൻറ്റം ആയിട്ടില്ല, അല്ലെങ്കിൽ ഇത് റണ്ണിങ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു വാല്യുവേഷൻ ഏരിയയിൽ വരുന്നവരെ ചിലപ്പം ഇത് കുറച്ചൊന്ന് താഴെ പോകും. എന്നിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ മൊമെൻറ്റം പിക്ക് ചെയ്യുക. സോ നേരത്തെ പറഞ്ഞിട്ടുള്ള TBO ടെക്കിലാണെങ്കിലും സിപ്ലയിലാണെങ്കിലും നമുക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള രത്നമണിയിലും ഈ ഗ്രാനുൾസിലും ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ രത്നമണിയുടെ വാല്യുവേഷൻ ഞാനിപ്പോൾ നോക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ മീൻസ് ഗ്രാനുൾസിൻ്റെതായതുകൊണ്ട് ഗ്രാനുൾസിൻ്റെ മാത്രമാണ് നോക്കുന്നത്. രത്നമണിയുടെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ആഫ്റ്റർ സം ടൈം. ഓക്കെ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മറ്റു DIIs എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് നവംബർ മാസം നല്ല രീതിയിൽ ബൈയിങ് നടന്നിട്ടുണ്ട്. ഫ്രഷ് ബൈയിങ് ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ആദിത്യ ബിർള വാങ്ങിച്ചിട്ടുണ്ട്, പരാഗ് പാരിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് പുതിയതായിട്ട് എൻട്രീസ് എടുത്തിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ എന്നുള്ളതാണ് നവംബർ മാസം. അതായത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആവുന്നത് നവംബർ മാസത്തേക്കാണ്. അത്യാവശ്യം നല്ല ബൈയിങ് അന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതാണ് FII DII ആക്ടിവിറ്റിയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാല്യുവേഷൻ ആണ്. സോ പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഐ എം ഇൻട്രൊഡ്യൂസിങ് മൈ നൈസ് ട്രേഡ് പ്രീമിയം വാല്യുവേഷൻ ഗ്രൂപ്പ്. അപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഇപ്പോൾ അതിലുണ്ട്. അറൗണ്ട് 100ൻ്റെ അടുത്ത് മെമ്പേഴ്സ് നമുക്കതിൽ വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ മാസം ഒരുപാട് നല്ല സർവീസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കൊടുത്തതാണ് മെമ്പേഴ്സ് ഓൺലി എക്സ്ക്ലൂസീവ് വീഡിയോ ഓൺ വാല്യുവേഷൻ.
അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പീറ്റർ ലിഞ്ചിൻ്റെ ഗ്രോത്ത് വാല്യുവേഷനും അതുപോലെ തന്നെ വാറൻ ബഫറ്റിൻ്റെ വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ തിയറീസും നല്ല രീതിയിൽ എക്സാമ്പിൾ സഹിതം സ്റ്റോക്ക് സഹിതം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, മീൻസ് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ നല്ല ലേണിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ എക്സ്ക്ലൂസീവ്ലി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, നല്ല സ്ട്രോങ് ഫൈനാൻഷ്യൽ ഹിസ്റ്ററി ഉള്ള, സ്ട്രോങ് ഡിവിഡൻഡ് ഹിസ്റ്ററി ഉള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, നല്ല ഗ്രോത്ത് സ്റ്റോക്കുകൾ, ഇപ്പോൾ പീറ്റർ ലിഞ്ച് വാല്യുവേഷൻ മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളത്. നല്ല ഓവർ വാല്യൂഡ് ആണെങ്കിൽ പോലും ഗ്രോത്ത് ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മൾട്ടി ബാഗേഴ്സ് കണ്ടെത്താൻ പറ്റുന്നതാണ് ഗ്രോത്ത് സ്കൂൾ ഓഫ് തോട്ടിലൂടെ എടുക്കുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. സോ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലേ, ഗ്രോത്ത് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ നമുക്ക് ഇത് പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് നമ്മൾ ഒരുപാട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ ഈ ഒരു ഡൗൺ ട്രെൻഡ് ഉള്ള മാർക്കറ്റിൽ പോലും നല്ല രീതിയിൽ 11%, 18% എന്നൊക്കെ പറഞ്ഞിട്ട് 20% ഒക്കെ ഓരോ ദിവസം റിട്ടേൺ തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതുപോലെ മെമ്പേഴ്സ് പറയുന്നത്, കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് അതിൽ വന്നിട്ടുള്ളത്. സോ അവർ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളാണ്. അവർ നല്ല അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് കാണുമ്പോൾ ഈ ഒരു ഇതിൽ അനൂപ് രമേശ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ പോലെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും. വിച്ച് മീൻസ് ഈ മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന നല്ല സ്റ്റോക്കുകൾ കൂടി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നൈസ് ട്രേഡ് പിക്ക് എന്ന് പറഞ്ഞിട്ട് നൈസ് ട്രേഡിൻ്റെ റിസർച്ചിലൂടെ നമ്മൾ കാണിക്കുന്ന സ്റ്റോക്കുകളുണ്ട്. സോ ഇത്തരം സ്റ്റോക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഇഷ്ടം പോലെ സ്റ്റോക്കുകളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാം കാരണം നമുക്കിപ്പോൾ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് കിട്ടുക ഈ ഒരു സമയത്ത് മാത്രമാണ്, മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ്. ബുള്ളിഷ് മാർക്കറ്റിൽ ഒരിക്കലും നമുക്ക് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് പെട്ടെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഗ്രോത്ത് സ്റ്റോക്കുകളാണ് കിട്ടുക. സോ ആ സമയത്ത് നമ്മൾ ഗ്രോത്ത് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യും. ആ ഒരു രീതിയിലാണ്. അപ്പം അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ എപ്പോഴും ഒരു വാറൻ ബഫറ്റ് തിയറി സ്കൂൾ ഓഫ് തോട്ട് വെച്ച് നോക്കുമ്പോൾ ഡിവിഡൻഡ് കിട്ടുന്ന നല്ല അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷനും കിട്ടും, ഒരു ക്യാഷ് ഇൻഫ്ലോ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഡിവിഡൻഡും കിട്ടും എന്നുള്ളതാണ്. സോ അത്തരം ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു സർവീസ് നമ്മൾ കൊടുക്കുന്നത് വാല്യുവേഷൻ സർവീസാണ്. സോ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് നമ്മൾ ആ ഒരു സ്റ്റോക്കിന് ആപ്റ്റ് ആയിട്ടുള്ള മെത്തഡോളജിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. സോ ഒരാൾക്ക് ഒരു മാസം 10 സ്റ്റോക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദർ ഈസ് മന്ത്ലി പ്ലാൻ ആൻഡ് ക്വാർട്ടർലി പ്ലാൻ. ഇനി ഞാൻ അടുത്ത സ്റ്റേജിൽ ഞാൻ ചെയ്യുന്ന പോലെ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ക്വാർട്ടർലി പ്ലാനിൽ നമ്മൾ ടെംപ്ലേറ്റ് ആണ് കൊടുക്കുക സ്റ്റോക്കിൻ്റെ. അപ്പം നിങ്ങൾക്ക് ആ സ്റ്റോക്കിൽ നിങ്ങൾക്ക് തന്നെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യുവേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് DCF, PB മൾട്ടിപ്പിൾ, PE മൾട്ടിപ്പിൾസ്, അതുപോലെ തന്നെ EV EBITDA, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽസ്, ഇത്തരം എല്ലാ മോഡൽസിലും നിങ്ങൾക്ക് പരിചയം കിട്ടുകയും ആ ഒരു ക്വാർട്ടർ തീരുമ്പോഴേക്ക് നിങ്ങൾക്ക് വാല്യുവേഷനിൽ നല്ല രീതിയിലൊരു ഒരു എക്സ്പെർട്ടൈസ് കിട്ടാനും സഹായിക്കുന്ന ഒരു പ്ലാനാണ് ക്വാർട്ടർലി പ്ലാൻ, ടെംപ്ലേറ്റ് ഉള്ള പ്ലാൻ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വാല്യുവേഷൻ. വാല്യുവേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതല്ല, വി ഹാവ് ദി ഡാറ്റ വിത്ത് അസ് ഓഫ് ഗ്രാനുൾസ്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എത്രയാണ്? ഗ്രാനുൾസിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 608 ആണ്. ഓക്കെ, സോ വി ആർ ഫില്ലിങ് ഇറ്റ് ഹിയർ 608. നമുക്ക് ഫിനാൻഷ്യൽസ് ഉണ്ട്, അത്യാവശ്യം ഹിസ്റ്റോറിക്കലായിട്ടുള്ള 5 ഇയർ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസിൻ്റെ ഡാറ്റ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ഷൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടപ്പം പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, എന്താണ് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണെങ്കിലും നമ്മൾ ഫ്യൂച്ചറിനെ കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഫ്യൂച്ചറിൽ ഈ കമ്പനി ഇത്ര ക്യാഷ് ഫ്ലോ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത്ര EPS ഉണ്ടാക്കും, ഇത്ര റവന്യൂ ഉണ്ടാക്കും എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഈ കമ്പനി തന്നെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പം അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഈ എസ്റ്റിമേറ്റഡ് ഡാറ്റ ഒക്കെ നമുക്ക് പബ്ലിക്ലി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ സോഴ്സസ് ലൈക്ക് CMI, പ്രോവസ്, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബ്ലൂംബർഗ്, തോംസൺ റോയിട്ടേഴ്സ്, അങ്ങനത്തെ കുറേ ഡാറ്റാ ബേസുകളുണ്ട്. പ്രീമിയം സർവീസസ് ആണ് കൂടുതൽ അവർ കൊടുക്കുന്നത്. സോ അത്തരം ഡാറ്റകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ പ്രൊജക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിൽ, കാരണം നമ്മളിപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലേക്കാണല്ലോ. അപ്പം ഫ്യൂച്ചറിൽ എന്താണ് ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ എന്നുള്ളത് നമുക്കറിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലും അതിലൂടെ നമുക്ക് കിട്ടാവുന്ന ഡിവിഡൻഡ് ആണെങ്കിലും സ്റ്റോക്ക് റിട്ടേൺ ആണെങ്കിലും നമുക്ക് പ്രൈസ് റിട്ടേൺ ആണെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി എടുക്കുന്നത്. അതാണ് ഈ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ DCF കാൽക്കുലേഷൻസിന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ CapEx പ്ലാൻസ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതൊക്കെ ഭയങ്കര ടെക്നിക്കാലിറ്റിയാണ്. വാല്യുവേഷൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ടെംപ്ലേറ്റ് മുഖാന്തരം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വാല്യുവേഷൻ പഠിക്കൽ വളരെ നിർബന്ധമാണെന്നുള്ള കാര്യം നിങ്ങൾ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക. കാരണം ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് വാല്യൂ.
ആസ് വാറൻ ബഫറ്റ് സെഡ്. അപ്പം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവണം. 100 രൂപേൻ്റെ സ്റ്റോക്ക് ഷെയർ മാർക്കറ്റിൽ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുമ്പോൾ അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ചിലപ്പോൾ അത് 80 രൂപയായിരിക്കാം, ചിലപ്പോൾ അത് 150 രൂപയായിരിക്കാം. ആ ഇൻട്രിൻസിക് വാല്യൂ മനസ്സിലായി കഴിഞ്ഞാലാണ് അത് ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് വാല്യൂഷൻ പഠിക്കണം. ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പം ഈ ഒരു ടെംപ്ലേറ്റ് മുഖാന്തരം പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിനുള്ള മെത്തേഡ് ഉണ്ട് ഇതിൽ, അതുപോലെ തന്നെ ലോങ് ടേമിനുള്ള മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ലോങ് ടേമിൻ്റെ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ DCF ആണ് നോക്കുന്നത്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. അതുപോലെ സ്വിംഗ് ട്രേഡിനാണെങ്കിൽ ട്രേഡിംഗ് മൾട്ടിപ്പിൾസ് ആണ് നോക്കുന്നത്. സോ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ ആദ്യം ലോങ് ടേമിൻ്റെ വാല്യൂഷൻ നോക്കുകയാണ്. ലോങ് ടേമിൻ്റെ വാല്യൂഷൻ നോക്കുന്ന സമയത്ത് DCF മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 931 ആണ്. അതായത് 53% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് ആ ചാർട്ടിൽ പോയി നോക്കുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ, നേരത്തെ ഫിബൊനാച്ചി എക്സ്റ്റൻഷനിൽ ഞാനൊരു വര വരച്ചിരുന്നു ഇവിടെ, അത് വിട്ടുപോയി, സോറി. ഏകദേശം 1000 രൂപയുടെ അടുത്തായിരുന്നു എന്ന് തോന്നുന്നു ടാർഗറ്റ്, ഏകദേശം ഇവിടെ. സോ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയിൽ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ യു സി ഏകദേശം 62%. അതായത് ടെക്നിക്കലിയും അത് ഓക്കെയാണ്, ഫണ്ടമെൻ്റൽ അനാലിസിസിലും ആ പറയുന്നൊരു ടാർഗറ്റ് ഓക്കെ ആണെന്നുള്ളതാണ്. അതായത് അടുത്ത 5 വർഷത്തേക്ക് കമ്പനിക്ക് ഇത്രയും ക്യാഷ് ഫ്ലോ വരുന്നത് കൊണ്ട് ഇതിന് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏകദേശം 998 നമ്മൾ നേരത്തെ കണ്ടു. സെയിം ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ടാർഗറ്റ് എത്തുന്നത് ഈ ഒരു പ്രൈസിലാണ്. അതേ പ്രൈസ് തന്നെയാണ് നമുക്ക് വാല്യുവേഷൻ്റെ സമയത്തും കിട്ടുന്നത്, 931 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക്. സോ അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്കറിയാം, നമ്മളെപ്പോലെ എല്ലാ ആളുകളൊന്നും അല്ല, ഒരുപാട് ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. കോടിക്കണക്കിന് രൂപ സാലറി കൊടുത്തിട്ടാണ് മിക്കപ്പോഴും ഈ SBI, HDFC അല്ലെങ്കിൽ ഈ പറയുന്ന FIIസും DIIസും ഒക്കെ അനലിസ്റ്റുകളെ വെക്കുന്നത്. സോ അവർ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഇത്തരം സ്റ്റോക്കുകൾ വാങ്ങുന്നത്, അതിൽ മൂവ്മെൻറ്റും കിട്ടും അവർക്ക് എന്നുള്ളതാണ്. സോ അങ്ങനെ ചെയ്യുന്നതാണ്, അവർ കണ്ടുപിടിക്കുന്നതാണ്. സോ അവരുടെ ഇതുപോലെ വാല്യുവേഷൻ അവരും ചെയ്തിട്ടുണ്ടാണെന്നുള്ളതാണ്. സോ 53% ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സ്റ്റോക്കിൽ ടെക്നിക്കലിയും ഫണ്ടമെൻ്റലിയും പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതാണ്, ഷോർട്ട് ടേമിലേക്കാണ്. ഷോർട്ട് ടേമിലേക്ക് 14.8% ആണ്. അതായത് 697 രൂപയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻ PE മൾട്ടിപ്പിൾസ് മെത്തേഡ്. ഓക്കെ, 697 രൂപയാണ് ഷോർട്ട് ടേമിലേക്ക് നമുക്ക് വരുന്നത്. അതായത് സ്വിംഗ് ട്രേഡേഴ്സിന് വരുന്നത് 14%. അത് ഫെയർ വാല്യൂ റിയലൈസേഷൻ വരെയാണ്. ഇപ്പം പോസിബിളി ഫെയർ വാല്യൂ റിയലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് വീണ്ടും ഒരു 10-20% പോവാറുണ്ട്. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ ബി അറൗണ്ട് 34% ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട്, അതായത് ഒരു 24% മേലെ എക്സ്പെൻസീവ് സോണായി പോവുകയാണെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ. സോ ഇവിടുന്ന് എടുക്കാൻ വിചാരിക്കുകയാണ്. കാരണം എന്തെങ്കിലും കാരണത്താൽ മാർക്കറ്റ് ഒന്ന് താഴെ വന്ന് ഒന്ന് ഡിപ്പ് എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം 1, 2, 3, 4 പ്രാവശ്യം ഈ ഒരു ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഓർഡേഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ 533 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൈസിൽ കിട്ടാൻ വേണ്ടി മീൻസ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ എത്രയാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ പ്രൈസ് ഈസ് 533. സോ ഈ ഒരു ടെംപ്ലേറ്റ് പ്ലാൻ്റെ മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതേപോലെ ടെംപ്ലേറ്റ് കിട്ടി കഴിയുമ്പം ഈ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പ്രൈസ് അല്ല. മാർക്കറ്റ് പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഫെയർ വാല്യൂ മാറും, അല്ലെങ്കിൽ മറ്റു പാരാമീറ്റേഴ്സ് മാറുന്നതിനനുസരിച്ച് ഫെയർ വാല്യൂ മാറും, PE മാറുന്നതിനനുസരിച്ച് മാറും. അതുപോലെ കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ കിട്ടുമ്പോൾ മാറും, കാരണം ക്യാഷ് ഫ്ലോയിൽ വ്യത്യാസം വരികയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ പ്രൊജക്ഷൻസിൽ നമുക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. മാനുവൽ ഇൻ്റർവെൻഷൻ ചെയ്തിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മളൊരു ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് ആണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് എസ്റ്റിമേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഗുഡ് വാല്യൂർ ആയിട്ട് മാറുന്നത്. സോ ആർക്കും അത് പോസിബിൾ ആണ്. പഠിക്കാനുള്ള മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ ആണ്. അങ്ങനെ നിങ്ങൾ വാല്യുവേഷൻ പഠിച്ചിട്ടൊരു എന്താ പറയുക, വാല്യുവേഷൻ കൂടി നിങ്ങളുടെ ഒരു സ്റ്റോക്ക് ബൈങ്ങിലേക്ക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ you can become a very profitable investor. Okay, so that is guaranteed. സോ വാട്ട് വി വർ സെയിങ്, 533 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ DCFൽ വരുമ്പോൾ ഇറ്റ് ഈസ് അറൗണ്ട് 75%. ബിക്കോസ് നമുക്ക് കുറച്ചുകൂടി ഒരു ഡിപ്പിൽ നിന്ന് വാങ്ങുന്നതിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുവാണ്. ലോങ് ടേം ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് 75% പോസിബിൾ ആണ്. സ്വിംഗ് ട്രേഡേഴ്സിനാണെങ്കിൽ 30%, അല്ലെങ്കിൽ 30ൻ്റെ കൂടെ ഒരു 10-15% ഓവർ വാല്യുവേഷൻ കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രീമിയം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 50% എന്നുള്ളതാണ്. സോ എങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ നമുക്ക് കണ്ടിട്ടുള്ള ഈ ഒരു 900, 932 എന്ന് പറഞ്ഞിട്ടുള്ള ആ റേഞ്ചിലേക്ക് ഒരു മിഡ് ടേം ടു ലോങ് ടേം പോസിബിൾ ആവുന്ന ഒരു സ്റ്റോക്കാണ്.
ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. സോ ഗ്രാന്യൂൾസ് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം 30 കോടി രൂപ SBI ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരം ക്വാളിറ്റി കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് ദയവേതിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം, വാല്യൂഷൻ പഠിക്കാം. സോ ആർക്കെങ്കിലും വാല്യൂഷൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് പ്ലാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ you can contact me. See you later with another video.